നിങ്ങൾ വാങ്ങിക്കാൻ മാത്രമല്ല നിങ്ങൾ കാണിക്കുന്ന എല്ലാവരും വാങ്ങിക്കാൻ സാധിക്കും. അതില് ഫസ്റ്റ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പി എച്ച് ബാലൻസ് ആദ്യം കണ്ടു. നമ്മൾ നോർമലി നമ്മുടെ ശരീരത്തിൽ പി എച്ച് ബാലൻസ് ആൽക്കലൈൻ കണ്ടന്റ് കൂടുന്ന സമയത്താണ്. അസിഡിക് കണ്ടന്റ് ആണ് കൂടുന്നതെങ്കിൽ നമ്മൾ ഖരാഹാരം കഴിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ ശരീരത്തിൽ അസിഡിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ അസിഡിക് ആയാൽ അസിഡിക് വേസ്റ്റേ ഉണ്ടാവുള്ളൂ, ആൽക്കലൈൻ ആയാൽ ആൽക്കലൈൻ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ അസിഡിക് വേസ്റ്റ് ആണെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്. സോ അത് കുടിക്കുന്ന വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. നിങ്ങൾ വീട്ടിൽ കഴിക്കുന്ന വെള്ളം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളം ഇത് ഡിസ്റ്റിലറി വാട്ടറാണ്. ഇനി ഒരു പാത്രത്തില് നമ്മൾ ആ ക്യാനിൽ പിടിച്ചിട്ട് വെള്ളം എടുക്കുക. ഇപ്പൊ ക്യാൻ അവിടെ വെച്ചാൽ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നല്ല വെള്ളം വാങ്ങിച്ചു. ഇതിന്റെ പി എച്ച് ബാലൻസ് നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ക്യാൻ വാട്ടറോ കിണർ വെള്ളമോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന പൈപ്പ് വെള്ളമോ ഉപയോഗിക്കാം. ആ വെള്ളവും നമുക്ക് രണ്ടിന് പി എച്ച് ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. പി എച്ച് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പി എച്ച് ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ പി എച്ച് സ്ട്രിപ്പ് ഉണ്ട്. പി എച്ച് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അളവ് കണക്കാക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത്. നമുക്ക് ഇപ്പൊ ആദ്യം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വെള്ളം. ഒരു മിനിറ്റ് എല്ലാവരും ക്യാമറ. ഇത് ഇവിടുത്തെ ഡിസ്റ്റിലേറ്റ് വാട്ടർ. ക്ലിയർ? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വെള്ളം. ഇതേ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൺമുന്നില് ഈ ബോട്ടിലേക്ക് ഒഴിച്ചത്. യെസ്, കണ്ടുവല്ലോ എല്ലാവരും? കണ്ടല്ലോ. ഇതിന് നമ്മൾ ഇതിന്റെ അടിയിലൊരു കാറ്റേജ് ഉണ്ട്. ഇത് സെറാമിക് ക്ലേ ആണ്. അതായത് മണ്ണിനെ ഒരു സെക്ഷൻ ഡിഗ്രി സെക്ഷനില് ട്രീറ്റ് ചെയ്തിട്ടുള്ള സെറാമിക് ക്ലേ ആണ്. ഈ കാറ്റേജിന്റെ എന്താ പറയാ കപ്പാസിറ്റി 2000 ലിറ്റർ വരയ്ക്കും ആൽക്കലൈൻ വാട്ടർ ആക്കി. സാധാരണ വെള്ളത്തെ അസിഡിറ്റി കളഞ്ഞ് ആൽക്കലൈൻ കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന വെള്ളം ബോട്ടിലാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കൂടെ ആവശ്യം വരില്ല. 5 to 10 മിനിറ്റ്സ് അത് വെക്കുകയാണെങ്കിൽ ഇതേ വെള്ളത്തെ നമ്മള് ആൽക്കലൈൻ കാണും. ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഇതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പി എച്ച് ലിക്വിഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പി എച്ച് ലിക്വിഡ് ഇതിനകത്ത് ആക്കിയാൽ ആൾറെഡി നമ്മൾ കണ്ടു പി എച്ച് ബാലൻസിന് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് കുഴപ്പമില്ല. പി എച്ചിന്റെ കളർ പച്ച താഴെയാണെങ്കിൽ യെല്ലോ റെഡിഷ് കളറൊക്കെ വരികയാണെങ്കിൽ അത് 100% അസിഡിക് ആണ്. ഗ്രീൻ 7 ആണ് പി എച്ച് ബാലൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ആയി കഴിഞ്ഞാൽ 7 ലെവലിലേക്ക് നിൽക്കും. മീൻസ് അതിന്റെ മുകളിലേക്ക് പോയാൽ അതിന് കളർ കടുപ്പ് കൂടിയാൽ നീല കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% അതല്ല ആൽക്കലൈൻ വാട്ടർ ആണ്. റൈറ്റ്? സോ ഇതിന് പി എച്ച് ലിക്വിഡ് ഒഴിക്കുന്നത്